പറയണത് ഇവൾക്ക് ഡ്യൂട്ടി ഉണ്ട്, ഇവള് വരുമ്പോൾ ഞാൻ പോകും, ഞാൻ വരുമ്പോൾ അവള് പോകും. അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് അവിടെ മൂന്നാമത്തെ ഒരാള് സംസാരിക്കാൻ വരും. അവൻ പാൻറ്റിങ്ങനെ പൊക്കി വെച്ചപ്പോൾ കണ്ട. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ വെച്ചാനെന്ന് ചോദിച്ചപ്പോൾ, എടാ എനിക്കറിയാലോ നമ്മുടെ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വൈഫ് നിൽക്കണേൻ്റെ. ഹായ് ഫ്രണ്ട്സ്, അബീസുകയുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ UK-ൽ ഈ ഇടയായിട്ട് ഒത്തിരി ഡിവോഴ്സ് കേസുകൾ ഞാൻ കേട്ട് തുടങ്ങിയിട്ടു. കാര്യം എന്താണെന്നറിയില്ല, ഇപ്പം നമ്മൾ കുറച്ച് പേരെ കാണുമ്പോൾ, ഒരു 20 പേരെ കാണുമ്പോൾ അതിലൊരു ഡിവോഴ്സ് കേസ് എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, കഴിഞ്ഞൊരു 1.5 മാസം മുമ്പ് എൻ്റെ ഒരു കൂട്ടാൻ്റെ ഡിവോഴ്സ് കേസ്, അതിനെപ്പറ്റി ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് സംസാരിച്ച് പോയായിരുന്നു. ഈ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം, എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വലിയ അറിവോ ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതായിട്ട് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് തോന്നിയ ഒരു മെയിൻ റീസൺ, കാര്യം ഞാനിപ്പം ഈ ഡിവോഴ്സ് സംബന്ധിച്ച് ഒരു 8 പേരോട് സംസാരിച്ചപ്പോഴും അതിലേക്ക് ഏകദേശം റീസൺ കോമൺ ആണ്. കാര്യം UK-ലോട്ട് വരുമ്പം നമ്മൾ ആരും ഒത്തിരി കാശുള്ളവരിക്കും UK-ലോട്ട് വരണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഒരു സാധാരണക്കാരനൊക്കെ UK-ൽ വരുമ്പം അത്യാവശ്യം നാട്ടിൽ നിന്ന് ലോണും സ്വർണം പണയത്തിൽ വെച്ചും അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം എല്ലാവരുടെയും മൈൻഡിൽ ഒരു മൈൻഡ് സെറ്റാണ്, എനിക്ക് എങ്ങനെ പോയാലും ഒരു വർഷം കൊണ്ട് എൻ്റെ ലോണും സ്വർണവും എല്ലാം തിരിച്ചെടുക്കണമെന്നുള്ള വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ജീവിക്കാൻ മറക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇവിടെ വന്ന സ്റ്റുഡൻ്റ് ആവട്ടെ നേഴ്സ് ആവട്ടെ അവർക്കൊരു ഡിപ്പെൻഡൻ്റ് ഉണ്ടാവും. ഇതിപ്പം ആണും പെണ്ണും ഒന്നും വേർതിരിച്ച് പറയണില്ല, എല്ലാവർക്കുടെ ഇടയിലും ഇതുണ്ട്. അപ്പം ആണ് നല്ലതാണ് അല്ല പെണ്ണ് നല്ലതാണ് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്നവർക്കറിയാം, അവർക്ക് 20 മണിക്കൂറാണ് പണിയെടുക്കാൻ പറ്റുള്ളൂ. അവരുടെ കാശ് കൊണ്ട് ഇവിടെ ഒന്നും തന്നെ ഒരു കാര്യം വലിയ കാര്യമായിട്ട് നടക്കൂല. അപ്പോൾ അവർക്കൊരു ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് 6 ദിവസം 7 ദിവസം കട്ട പണിയെടുക്കുക. ഇതിൽ തന്നെ ചിലവരേക്കും ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി 2 ആഴ്ച അവിടെ നിന്നിട്ട് പണിയെടുത്തിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി കാശ് കൂടുതൽ കിട്ടുമെന്നും പറഞ്ഞു. ഇത് ഇപ്പം ഈ എന്നെ കേൾക്കണവരോർക്കും ഇവൻ്റെ നല്ല കാശുണ്ട്, ഇല്ലെങ്കിൽ ഇവന് യൂട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി, നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അവസ്ഥയെന്ന്. ഓക്കെ, ഇത് എല്ലാവർക്കും, ഞാനും ലോൺ എടുത്തിട്ട് വന്നിട്ടാണ്, ഞാനാണെങ്കിലും നല്ല കാശിന് വേണ്ടി നല്ല കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ജീവിക്കാൻ മറക്കരുതെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും വീണ്ടും എടുത്തു പറയണം. കാര്യം ഞാനൊക്കെ ചില പരിപാടിക്ക് പോകുമ്പോൾ, പരിപാടി ആവട്ടെ അല്ലെങ്കിൽ ക്രിസ്മസ് പരിപാടി ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിന് പോകുമ്പോൾ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇരിക്കുമ്പം അവരേക്കും തമാശയ്ക്കും അല്ലെങ്കിൽ വലിയ ആളായിട്ട് പറയണ ഒരു കാര്യം പറയാം. ഞാനും വൈഫും ഒന്നിച്ച് താമസിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി. ചോദിക്കുമ്പോൾ പറയണത് ഇവൾക്ക് ഡ്യൂട്ടി ഉണ്ട്, ഇവള് വരുമ്പോൾ ഞാൻ പോകും, ഞാൻ വരുമ്പോൾ അവള് പോകും. ഇവിടെയൊക്കെ തന്നെയാണ് ഈ ഫാമിലിയിൽ വിള്ളൽ വീണത്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണിനാണോ പെണ്ണിനാണോ കിട്ടേണ്ടത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാൻ ഇവിടെ വേറെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ ഒരു എന്താ പറയുക, ന്യൂ ജനറേഷൻ ട്രെൻഡ് അതിനെ പറ്റി ഒന്നും കുറ്റമായിട്ടൊന്നും പറയണില്ല. ഇവിടെ ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, എന്ത് സാധനവും നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു UK-ൽ വന്നിട്ട് എത്രയോ ആപ്ലിക്കേഷൻ ഉണ്ട്. ചുമ്മാ ഫേസ്ബുക്കിൽ ട്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആർ യു ലുക്കിംഗ് ഫോർ എ ഗേൾ ഫ്രണ്ട്, ആർ യു ലുക്കിംഗ് ഫോർ എ ഡേറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഫോണിലോട്ട് ആപ്പ് തന്നെ കാണാൻ പറയാം. ആ ആപ്പിൽ കയറി കുറച്ച് കുടുങ്ങിയ മലയാളീസിനെ നമുക്കറിയാം. അപ്പം അത് നല്ല അവിടുത്തെ ടോപ്പിക്കും. കാശ് തിരിച്ചടയ്ക്കണം, നമ്മൾ പണിക്ക് പോകണം, എല്ലാം സത്യമാണ്. നമുക്ക് ഫാമിലി എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പൊ വേറൊരു സംഭവം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവര് ഇപ്പം ഒരു ഫാമിലിയിൽ 2 പേരും ഒരേ ക്യാരക്ടറുള്ളതല്ല, പക്ഷെ ഒരാൾ അന്യായം കട്ട പണിയൊക്കെ എടുത്തിട്ട്, ഈവൻ ഇപ്പം നമുക്ക് വൈഫ്, ഇപ്പോൾ ഒരാൾ ഡിവോഴ്സ് ആവട്ടെ, നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് തന്നെ ആവണം. ഞാൻ ഒരിക്കലും ഡിവോഴ്സ് പാവമാണ്, നിങ്ങൾ ആരും ഡിവോഴ്സ് ചെയ്യരുത് അങ്ങനെയൊന്നും പറഞ്ഞുള്ള ഒരു മോട്ടിവേഷൻ അല്ലാട്ടോ ഞാൻ ചെയ്യണം. കാര്യം കുടുംബത്തിനൊക്കെ വേണ്ടി ചിലവർ പണിയെടുത്തിട്ട് ലാസ്റ്റ് വൈഫ് ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി അവരുടെ ശരീരം പോലും അവർക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വരുവാണ് ഇവിടെ. കാര്യം ഞാൻ കാണാറുണ്ട് പലവർക്കുടെയും ഹെൽത്ത്, പല ആളുകളുടെ ഹെൽത്ത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ വന്ന കാലത്ത് നമ്മളൊരു ഹെൽത്ത് നോക്കാതെ 6 ദിവസം 7 ദിവസം മഞ്ഞത്തും മഴയത്തും വെയിലത്തും എല്ലാം ഒരുപോലെ നിന്ന് പണിയെടുത്തിട്ട് ഇപ്പോൾ അവർക്കൊന്ന് താഴെ കുനി. ഇത് UK-ൽ തന്നെ 100 പേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്നല്ല, പക്ഷെ ഒരു 10% ആളുകൾക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പം ഞാനാണെങ്കിലും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ലോണും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ്. പക്ഷെ നമ്മൾ അതിനൊരു പോകുമ്പോൾ കണ്ടിട്ട് ഒരു വർഷം കൊണ്ടല്ല, നമുക്ക് എങ്ങനെ ചെറുതായിട്ട് അടച്ചടച്ച് പോകാം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ഫാമിലിക്ക് ടൈം കൊടുത്ത് അത്യാവശ്യം 2 ദിവസം 3 ദിവസം അവരുടെ കൂടെ ട്രിപ്പിന് പോയി അവരെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റും. ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് അവൾക്ക് പറയും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേര് ലീവ് എടുത്തിട്ട് ഒരു ദിവസം ചുമ്മാ വീട്ടിലാണെങ്കിലും പീസ്ഫുള്ളായിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ തീരും. ഇതെന്താണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് അവിടെ മൂന്നാമത്തെ ഒരാൾ സംസാരിക്കാൻ വരും.
പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് ഞാൻ കണ്ട ഒരു സംഭവം കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പം അവൻ്റെ കാലിൽ ഒരു ക്ലിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവൻ പാൻറ് ഇങ്ങനെ പൊക്കി വെച്ചപ്പോൾ കണ്ട. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താ വെച്ചാനെന്ന് ചോദിച്ചപ്പോൾ, എടാ എനിക്കറിയാലോ നമ്മുടെ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വൈഫ് നിൽക്കണതിൻ്റെ 50 മൈൽ റേഡിയസിൽ എനിക്ക് പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ ചിപ്പ് ബസറടിക്കും. ആ ഒരു രീതിയിലാണ് അവൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളത് നൈസായിട്ട് പറഞ്ഞു ഒതുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ആണ് പോയി പെണ്ണിൻ്റെ മേത്ത് കൈവച്ചു, പെണ്ണ് പോയി ആണിൻ്റെ മേത്ത് കൈവച്ചു, അതല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി മരിക്കൽ, സൂയിസൈഡ്, അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ പോകത്തിട്ടും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ തന്നെ ജീവിതം തീർന്നൊന്നുമില്ല. അപ്പം നമ്മളാണെങ്കിലും ഒരു മാപ്പ് ഇടുമ്പോൾ നമുക്ക് ആ മാപ്പ് തെറ്റി പോകണില്ലേ, നമ്മളപ്പം തന്നെ അടുത്ത മാപ്പ് ഇട്ടിട്ട് നമ്മൾ പോകണില്ലേ, അധികം തന്നെയാണ് ലൈഫ്. അപ്പം എന്തുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞ് ഒതുക്കി തീർക്കുക. അതല്ലെങ്കിൽ നിങ്ങളും നാറും, നിങ്ങളുടെ കൂട്ടുകാരും നാറും, നിങ്ങളുടെ കുടുംബക്കാരും നാറും, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ പറഞ്ഞു തീർത്ത് നൈസായിട്ട് പോവുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും കാശ് വേണം, എല്ലാവർക്കും കാശ് ഉണ്ടാക്കാൻ നല്ല ആവേശമുണ്ട്. അപ്പോൾ ഈ കാശെന്ന് പോയി കഴിയുമ്പോൾ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ഞാൻ UK പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് നാട്ടിൽ, ചെറിയ കടയായിട്ടിരിക്കണവനാ. അവന് 3 മക്കളും ഉണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും കാണുമ്പോൾ ഒരു അസൂയ പോലെ ഞാൻ കാണുന്ന ഒരു വ്യക്തി അത്. ഓക്കെ, അവനൊരു കണ്ണേറൊന്നും കിട്ടാതെ ഇരിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അറ്റ് ദ ലാസ്റ്റ് എല്ലാവരും പറയും ജീവിക്കാൻ കാശ് വേണം എന്നും പറഞ്ഞ് കാശ് മാത്രം പോരാ എന്നുള്ളൊരു ചിന്തയും നിങ്ങളുടെ ഉള്ളിൽ വേണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ കേസും എൻ്റെ കേസും തന്നെ ഒരു ഉദാഹരണം എടുക്കുക. എൻ്റെ വൈഫും ഞാനും ഷെഫീൽഡിലായിരുന്നു 3.5 വർഷം നിന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വൈഫിന് വാറിങ്ടണിൽ ജോലി കിട്ടിയത്. അപ്പം എനിക്ക് NHS അവിടെ ജോലി ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഇവിടെ വന്നു. ഞാനൊരു 3 മാസം വാറിങ്ടണിൽ അല്ലാതെ ഒന്ന് കറങ്ങി നോക്കി, ജോബ് കിട്ടുമോ നോക്കി. എനിക്ക് കിട്ടിയില്ല. അറ്റ് ദ ലാസ്റ്റ് ഞാൻ എൻ്റെ ഷെഫീൽഡിലെ ജോലി റിസൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ആവട്ടെ, കിട്ടുന്ന ജോലി മതിയെന്നും പറഞ്ഞ് ഇവിടെ വന്നു. ഓക്കെ, ഇതിപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക, ഇത് എൻ്റെ വൈഫിന് എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഉള്ളത് മതി, പക്ഷെ ഒന്നിച്ച് ജീവിക്കാം. പല കൂട്ടുകാരന്മാരുടെയും പല പ്രശ്നങ്ങൾ സംസാരിക്കുമ്പം അവർക്കൊക്കെ വന്ന ഒരു പ്രശ്നം ഇവിടെയാണ് വന്നത്. ഒരാൾ ജോലി കിട്ടിപ്പോയി, മറ്റൊരാൾ ജോലി കിട്ടി ഇന്ന സ്ഥലത്ത്. അപ്പോൾ ഇവർ ഒരു വെച്ചേക്കുന്ന ഒരു എഗ്രിമെൻ്റ് അല്ല, ഒരു വെള്ളിയാഴ്ച നീ ഇങ്ങോട്ട് വരുക, അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഇങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ ഗ്യാപ്പാവും, അവർക്ക് വേറെ ഫ്രണ്ട്സ് ആവും, പിന്നെ അവർക്കോടൊപ്പം വെളിയിൽ പോകും. പിന്നെ ഇവിടെ ഭയങ്കര ഫ്രീഡമാണ് ഈ രാജ്യത്ത്. പക്ഷെ അത് പല രീതിയിലും പലരും മിസ്യൂസ് ചെയ്യും. ഇപ്പം ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പം ആ വ്യക്തി എങ്ങനെയാണ് നമുക്ക് കീറി പറഞ്ഞൊന്നും നോക്കാൻ പറ്റില്ല. അപ്പം എന്താണോ കിട്ടുന്നത് അധികം മതിയെന്നേ. നമുക്ക് ഫാമിലിയായിട്ട് നിന്നാൽ പോരെ. ഒത്തിരി കാശുണ്ടായിട്ട് നമുക്ക് വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കാശ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് ഒരു പരിചയമില്ല കേട്ടോ. ഇത് UK ഇൻഫോർമേറ്റീവ് വീഡിയോ ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിങ്ങനെ പറയണമെന്ന് തോന്നി. ഒരാഴ്ചയായിട്ട് ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അതങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇതിനേക്കാളും പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇടുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇറ്റ്സ് മീ അബീസ്, സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.